എല്ലാവർക്കും ഡി4 ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഡേ അല്ലേ. അപ്പം വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലേ, നമ്മൾ ഓർക്കുന്നത് ലവാണ് അല്ലേ. ലവ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ലവുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയാൻ പോകുന്ന ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഹിസ്റ്ററിയിൽ ഈ പ്രണയം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ പ്രണയിക്കാമെന്നൊന്നും ഞാൻ പറയില്ലേ, എനിക്ക് അങ്ങനെയൊന്നും പറയുന്നത് ഇഷ്ടമല്ല. ലവ്, ഇഷ്ടം എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്രണയം എന്ന് പറയുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ലവ്, ഇവന് ഇഷ്ടമാണ്, ഇവക്ക് അവൻ ഇഷ്ടമാണ്, അവൻ ഇങ്ങനെയാണ്. അപ്പം ഇഷ്ടം എന്നുള്ളൊരു വാക്കാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇഷ്ടം, സ്നേഹം, ലവ് എന്നൊക്കെ. പ്രണയം എന്നുള്ളൊരു വാക്ക് പൊതുവേ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, വാലന്റൈൻസ് ഡേക്ക് എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ട്. അപ്പം എന്താണ് ഈ വാലന്റൈൻസ് ഡേ എന്ന് നിങ്ങൾക്കറിയോ? അപ്പം എനിക്കും ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് നമ്മൾ വാലന്റൈൻസ് ഡേ എന്ന് അറിയണ്ടേ? ഫസ്റ്റ് ഓഫ് ഓൾ മാഗി കൂട്ടിന്ന് ചാടിയത് കേട്ടോ. മാഗീൻ്റെ ഫുഡ് കഴിക്കുന്ന പാത്രം അടക്കം മാഗി ചാടിച്ചിട്ടാണ് ചാടിയത്. അതാണ് നിങ്ങൾ സൗണ്ട് കേട്ടോ. അപ്പം അതൊക്കെ പോട്ടെ, എന്താണ് വാലന്റൈൻസ് ഡേൻ്റെ പൊരുൾ, എന്താ അർത്ഥം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയോ? ഓക്കെ, അത് പറഞ്ഞിട്ട് എൻ്റെ ഒരു കഥയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാനത് പറയാം കേട്ടോ. അപ്പം എന്താണ് വാലന്റൈൻസ് ഡേ നമുക്ക് നോക്കിയാലോ ഗായ്സ്. അപ്പം നമ്മുടെ ഈ വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ച് ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാവരും വിശ്വസിച്ച് വരുന്ന ഒരു കഥയാണ് നമ്മുടെ വാലന്റൈൻസ് ഡേനെ പറ്റി ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എങ്ങനെയാണ് വാലന്റൈൻസ് ഡേക്ക് വാലന്റൈൻസ് നമ്മൾ പറയുമല്ലോ, അപ്പോൾ അത് ഒരാളുടെ പേരാണ്. എങ്ങനെയാണ് വാലന്റൈൻ എന്നുള്ള പേര് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വന്നത്? അപ്പോൾ അതിനെല്ലാവരും ചിന്തിക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ഒരു ലവിൻ്റെ സ്റ്റോറി ആയിരിക്കും അതിന് പിന്നിൽ. നമുക്കത് കേൾക്കുമ്പോഴേ മനസ്സിലാകും. അപ്പം നമുക്ക് ആ കഥ എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം അല്ലേ. അപ്പം നമ്മുടെ ക്ലോഡിയസ് എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവ് റോം ഭരിച്ചിരുന്ന കാലത്ത് കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബിഷപ്പിൻ്റെ പേരാണ് വാലന്റൈൻ. അപ്പം ഈ എന്താ പറയുക, നമ്മുടെ ഈ ക്ലോഡിയസ് രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ സൈനികന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ സൈനികന്മാർക്കൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, അതായത് അവർ കല്യാണം കഴിച്ചതിന് ശേഷം കുടുംബം എന്നുള്ളൊരു ചുമതല അവർക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ യുദ്ധം ചെയ്യാനൊന്നും അധികം വീര്യമൊന്നുമില്ല. യുദ്ധത്തിനോടൊന്നും അവരൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല. ഫുള്ള് കുടുംബത്തിനോടാണ് അവർക്ക് ഉള്ള കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധത്തിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും വരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഈ ക്ലോഡിയസ് രാജാവിന് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്തു, റോമിൽ കല്യാണം നിരോധിക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ ബിഷപ്പ് വാലന്റൈൻ ഉണ്ടല്ലോ, ഈ സ്നേഹിക്കുന്നവരെ പരസ്പരം മനസ്സിലാക്കി വാലന്റൈൻ എന്താ ചെയ്തത്, അവരെ മനസ്സിലാക്കി ആരും അറിയാതെ അവരുടെ കല്യാണം രഹസ്യമായിട്ട് നടത്തിക്കൊടുത്തോണ്ടിരുന്നു. അപ്പം നമ്മുടെ വാലന്റൈൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പം നമ്മുടെ ഈ വാലന്റൈൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജാവിനൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. വാലന്റൈൻ ഇങ്ങനെ സ്നേഹിക്കുന്നവരെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. എന്തായാലും രാജാവ് ഈ കാര്യം നിരോധിച്ചതാണ്. എന്നിട്ട് വാലന്റൈൻ ഇങ്ങനെ ചെയ്യുമ്പം രാജാവ് ഇതറിഞ്ഞ എന്ത് ചെയ്തു, നമ്മുടെ ബിഷപ്പ് വാലന്റൈനെ ജയിലിൽ കൊണ്ടിടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബിഷപ്പ് വാലന്റൈൻ ഇപ്പോൾ എവിടെയാണ്? ജയിലിലാണ് അല്ലേ. അങ്ങനെ വാലന്റൈൻ ജയിലിൽ കിടക്കുന്ന ടൈമിലാണ് നമ്മുടെ ജയിൽ വാർഡനായ ഒരാളുടെ അന്ധയായ മകളുമായിട്ട് നമ്മുടെ ബിഷപ്പ് വാലന്റൈൻ ലവ് ആവുകയാണ്. അതായത് അവർ സ്നേഹത്തിൽ, അതായത് അവർ സ്നേഹിക്കുകയാണ്. അപ്പം നമ്മുടെ ഭാഷയിൽ എന്താ, ഞാൻ ലവ് എന്നാ പറയുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണേൽ അവർ പ്രണയിക്കുകയാണ്. അങ്ങനെ സ്നേഹത്തിലാവുകയാണ് അവർ. അങ്ങനെ സ്നേഹത്തിലായ ടൈമിൽ നമ്മുടെ അന്ധയായ നമ്മുടെ ഈ ജയിൽവാർഡൻ്റെ മോൾക്ക്, അതായത് വാലന്റൈൻ്റെ ലൈനിന് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയാണ്. അതായത് അവരുടെ ലവ് അത്രയും പ്യുവറും അതുപോലെ തന്നെ അത്രയും അത്രയും സത്യമുള്ള ലവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി സന്തോഷത്തിൽ ഇരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ക്ലോഡിയസ് രാജാവ്
എന്തറിയുന്നത്? നമ്മുടെ വാലന്റൈൻ ഇങ്ങനെ ലവിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ലവ് ആണെന്നുള്ള കാര്യം അറിഞ്ഞ് നമ്മുടെ ക്ലോഡിയസ് രാജാവ് ഭയങ്കര കലിപ്പാവാണ്. ഒന്നാമത്തെ കലിപ്പായി എന്ത്, വാലന്റൈൻ കുറേ പേരുടെ കല്യാണമൊക്കെ നടത്തി കൊടുത്ത് കലിപ്പായിട്ടാണ് വാലന്റൈനിലെ എവിടെ ജയിലിൽ കൊണ്ടിട്ടത്. അപ്പം ജയിലിൽ നിന്ന് വാലന്റൈനിലും കൂടി ഒരു ലവ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ രാജാവ് മൊത്തത്തിൽ കലിതുള്ളി നിൽക്കുകയാണ്. അങ്ങനെ കലിതുള്ളി നിന്ന് രാജാവ് എന്ത് ചെയ്തു? നമ്മുടെ വാലന്റൈനെ എന്ത് ചെയ്യാൻ പോവാണ്? കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ വധിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. കഴുത്തറുത്തല്ലേ അവരൊക്കെ കൊല്ലുന്നത്. അങ്ങനെ വാലന്റൈനെ എങ്ങോട്ട് കൊണ്ടുപോവാണ്? കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ആ ടൈമിൽ വാലന്റൈൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാലന്റൈനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ടൈമിൽ നമ്മുടെ വാലന്റൈൻ്റെ ലവറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് മരിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ആ കുറിപ്പിൽ എന്താ എഴുതിയെന്നറിയോ? ഫ്രം യുവർ വാലന്റൈൻ എന്നാണ് ആ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിന് ശേഷം എന്തായിരിക്കും ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ. വാലന്റൈനെ അവർ കൊല്ലുകയാണ് ചെയ്തത്. അപ്പം എന്താ പറയുക, അവരെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാതെ എന്താ പറയുക, അവർക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ മരിക്കുകയാണ് ഉണ്ടായത് നമ്മുടെ വാലന്റൈൻ. എന്തായാലും അത് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പം നമ്മുടെ ഈ ബിഷപ്പ് വാലന്റൈൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വാലന്റൈൻസ് ഡേ നമ്മൾ ആചരിക്കുന്നത്. അപ്പം 14-ാം നൂറ്റാണ്ട് മുതലാണ് നമ്മൾ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പം ഫെബ്രുവരി 14 എല്ലാവർക്കും എന്താ പറയുക, എല്ലായിടത്തും നമ്മുടെ ഈ ലോകമൊട്ടാകെ വാലന്റൈൻസ് ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നു. അപ്പം നിങ്ങൾക്കും വാലന്റൈൻസ് ഡേക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറികളൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു സ്റ്റോറി പറയാമെന്ന് പറഞ്ഞൂലേ, അപ്പം എന്താ ഇപ്പം പറയാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗൈസ് ആക്ച്വലി സത്യമായിട്ടും പറയട്ടെ. അപ്പോൾ എൻ്റെ സ്റ്റോറി പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ വന്ന് ആൻസർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടായാലും എന്തായാലും എനിക്ക് സീനില്ല, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് നിങ്ങൾ താഴെ വന്ന് പറയണം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് കേൾക്കണ്ടേ ഗൈസ്? ആക്ച്വലി ഞാൻ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്നുള്ള കമൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നെ കണ്ടിട്ട് തോന്നുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ എൻ്റെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞൂലേ, അപ്പം അതെന്താന്ന് ചോദിച്ചാൽ ഗായ്സ്, അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലുതായിട്ടൊന്നും ഒരു കഥയില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ലവ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോഴത്തെ ലവ് എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് ഫേക്കാണ്. റിയൽ ലവ് കണ്ടുപിടിക്കാൻ ഭയങ്കര കഷ്ടമാണ്. റിയൽ ലവ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞതുണ്ട്, പക്ഷേ റിയൽ ഏതാ ഫേക്ക് ഏതാന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്ക് സ്വന്തം ആൾക്കാർ തന്നെ നമ്മളെ ചതിക്കുന്ന കാലമാണിത്, സ്വന്തം ആൾക്കാർ വരെ. അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ അന്യ ഒരാളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് അറിയുമെങ്കിലും അവരുടെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുക, എന്താ ചെയ്യുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, റിയൽ ആയിട്ടുള്ളൊരു ലവ് ഈ കാലത്ത് കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൾട്ടാണ്. റിയൽ ആയിട്ടുള്ള ലവ് ഉണ്ട്, റിയലും ഫേക്കും ഉള്ള കാലമാണ്. അപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞെല്ലാം എന്താ പറയുക തിരഞ്ഞെടുക്കുക. അപ്പം എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്തായാലും ഞാൻ പറയാം ഗായ്സ്. അപ്പോൾ എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ ആകെ ഒരാളാണ് എൻ്റെ മുമ്പ് വന്നു നിന്നിട്ട് എന്താ പറയുക, ഐ ലവ് യു, എനിക്ക് നിന്നെ ഇഷ്ടം എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഇത്രയും നാളായിട്ടും ഒരാൾ പോലും എൻ്റെ മുമ്പിൽ വന്നൊന്നും പറഞ്ഞിട്ടില്ല. അതും ഈ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത് ഐ തിങ്ക് +1 ലാസ്റ്റ് അങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. അതെ. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഞാനൊരു ഗുണ്ടയായിരുന്നു, അങ്ങനെ തന്നെ വേണേൽ പറയാം. കാരണം എല്ലാവർക്കും എന്നെ ഭയങ്കര പേടിയാണ്. എൻ്റെ ഫ്രണ്ടിൽ കൂടി ഇപ്പം ചെക്കന്മാർ നടന്നു പോവുകയാണെങ്കിലും തല താഴ്ത്തിയേ നടന്നു പോവുള്ളൂ. എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയുള്ള ക്യാരക്ടറായിരുന്നു എൻ്റെ. അതിപ്പോഴും അതെ, എപ്പോഴും അതെ, എന്നും അതെ, എപ്പോഴും അതെ. എല്ലാവർക്കും എന്നെ ഭയങ്കര ഭയമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് എന്നോട് സംസാരിക്കാൻ പോലും ഉള്ള ഒരു ധൈര്യം ആർക്കും ഇല്ല. എന്നെ ശരിക്കും ഐ കോണ്ടാക്ട് ചെയ്ത് ആർക്കും വർത്തമാനം പറയാൻ ആർക്കും അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു.
ഒരാൾക്ക് പോലും എൻ്റെ മുമ്പേ വന്ന് നിന്ന് മര്യാദയ്ക്ക് വർത്തമാനം പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ആകെ ഒരാളാണ് എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അയാളിപ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. മനസ്സിലായല്ലോ. എനിക്കെന്നും ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് താല്പര്യമുള്ളൂ. അഫെയറിലേക്കൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പം എന്നും ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ നല്ല രസമാണ്. ലവ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്നും ഫ്രണ്ട്ഷിപ്പിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതാണ് സേഫാണ്. ഈ കാലത്ത് പിന്നെ ഒന്നും സേഫല്ല, അതും വേറെ കാര്യമാണ്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുമ്പിൽ ഒന്ന് ധൈര്യം കാണിച്ച ആ വ്യക്തി ഇപ്പം എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. അപ്പം അതാണ് എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തോ എൻ്റെ കയ്യിലെ ഗുണ്ടായുസം കൊണ്ടായിരിക്കാം എല്ലാവർക്കും എന്നെ വളരെ പേടി സ്വപ്നം തന്നെയായിരുന്നു. എന്തായാലും എന്നെ വന്ന് പ്രപ്പോസ് ചെയ്ത ആളെ ഞാൻ നമിക്കുകയാണ്. കാരണം എൻ്റെ മുമ്പിൽ ഒന്ന് ധൈര്യം കാണിക്കണമെങ്കിൽ അതൊരു അപാര ധൈര്യം തന്നെയാണെന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗുണ്ടായുസവും കുറേ കഥകളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങളോട് പറയുന്നതാണ്. ഇനിയിപ്പോൾ ലോങ് ആയി അങ്ങെത്തും. ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ടാവും. പിന്നെ വീഡിയോ ലോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി ബോറടിക്കും. സ്കിപ്പ് ചെയ്ത് വിടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആക്കി ഇരുത്തുന്നതാണ് എനിക്കൊരു താല്പര്യം. അപ്പോൾ അതൊരു വേറെ വീഡിയോ ആയിട്ട് ഇടാം. എൻ്റെ കയ്യിലിരിപ്പും കാര്യങ്ങളൊക്കെ വേറെ വീഡിയോ ആയിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം വാലന്റൈൻസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണ് വാലന്റൈൻസ് ഡേ എന്നും അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ അടിപൊളി ലവ് സ്റ്റോറീസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഗായ്സ്. അപ്പോൾ എൻ്റെ ലൈഫിൽ പ്രത്യേകിച്ച് എനിക്ക് ലവ് സ്റ്റോറീസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇനി ഉണ്ടാകാമായിരിക്കാം. നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് എന്താ സംഭവം നമുക്കറിയില്ല. മനസ്സിലായല്ലോ. അപ്പം ഒരു ലൈഫ് ആകുമ്പം നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം, ലവ് ചെയ്യണം, എല്ലാം നമ്മൾ ചെയ്യണം. ഒരു ലൈഫ് ആകുമ്പോൾ എല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി എന്താവും ഏതാവും എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും പരസ്പരം സ്നേഹിച്ചും ലവ് ചെയ്തും ഒക്കെ എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക, നല്ല സ്വഭാവമാവാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഈ ഒരു വാലന്റൈൻസ് ഡേ അടിപൊളി ഡേ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എന്താണ് വാലന്റൈൻസ് ഡേ എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറി ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് അടിപൊളി സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ. ബൈ.